ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എ ബിറ്റ് ഓഫ് സ്റ്റൈലിംഗ്. ഇന്ന് നമ്മൾ ഷാഡോ വർക്കിനെ കുറിച്ചാണ് അറിയാൻ പോകുന്നത്. ഇത് ഒരു ഷാഡോ വർക്കിൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ സാധാരണ ഷാഡോ വർക്ക് നമ്മൾ സാരീസിലാണ് ചെയ്യുന്നത്. അതും വോയിൽ സാരീസിലൊക്കെയാണ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഭംഗി കൂടുന്നത്. ഓർഗൻഡി സാരി, വോയിൽ സാരിയിലൊക്കെ ചെയ്യുമ്പോൾ സീ ത്രൂ മെറ്റീരിയലിലാണ് സാധാരണ ഷാഡോ വർക്ക് ചെയ്യുന്നത്. ഈവൻ നമുക്ക് ദുപ്പട്ടയിലും ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ ബാക്ക് സൈഡ് ഏകദേശം ഇതുപോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ ഇതിൻ്റെ പാറ്റേൺ ട്രേസ് ചെയ്യുന്നത് അതിൻ്റെ മറുവശത്താണ്, അതായത് ചീത്ത വശത്താണ് നമ്മൾ പാറ്റേൺ ട്രേസ് ചെയ്തിട്ട് നല്ല വശത്തേക്ക് അതിൻ്റെ ഷാഡോ വരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ സാരിയിലാവുമ്പോഴാണ് കുറച്ചും കൂടെ നമുക്ക് മാനേജബിൾ സാരിയിലാണ്. അതല്ലാതെ സൽവാറിൽ ചെയ്യാൻ പറ്റും. സൽവാർ അപ്പോൾ അതുപോലത്തെ ഷിഫോണോ ക്രേപ്പോ അങ്ങനെയുള്ള മെറ്റീരിയലിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടതെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഹെറിംഗ് ബോൺ എന്ന് പറയുന്ന സ്റ്റിച്ചാണ് നമ്മളിതിൻ്റെ ബേസിക്കായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹെറിംഗ് ബോണിൻ്റെ ക്ലോസ്ഡ് ഹെറിംഗ് ബോണും ഉണ്ട്, കുറച്ച് ഇതായിട്ടുള്ളതുമുണ്ട്, കുറച്ച് നമ്മൾ സ്പേസ് വിട്ടുള്ളതുകൊണ്ട്. അപ്പം ഇവിടെ നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് കുറച്ച് സ്പേസ് വിട്ടിട്ടുള്ള ഹെറിംഗ് ബോണാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ആങ്കറിൻ്റെ ത്രെഡാണ്, സാധാരണ എംബ്രോയ്ഡറി ത്രെഡ്, പേൾ കോട്ടൺ അല്ല. അപ്പോൾ എംബ്രോയ്ഡറി ത്രെഡിൻ്റെ 3 strands ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഹെറിംഗ് ബോൺ അറിയാവുന്ന സ്റ്റിച്ച് ആയിരിക്കും എന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സിഗ്സാഗ് പോലത്തെ ഒരു സ്റ്റിച്ചാണ് ഇതിന് വരുന്നത്. അപ്പം ഒരു സ്റ്റിച്ച് എൻഡ് ചെയ്ത് അതിൻ്റെ കറക്റ്റ് തൊട്ട് താഴേന്ന് വേണം അടുത്ത സ്റ്റിച്ച് എടുക്കാനായിട്ട്, അതായത് ഓപ്പോസിറ്റ് സൈഡിൽ. എങ്കിൽ മാത്രമേ അതിൽ നന്നായിട്ടൊന്ന് ഫിനിഷിങ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇത് നമ്മൾ ഏകദേശം ചിക്കൻ വർക്ക് ചെയ്യുമ്പോഴും ഇതുപോലത്തെ ഇതിനോട് സാമ്യമുള്ള എന്നാൽ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഇതിൽ അതായത് ത്രെഡ് ഇതിനകത്ത് അധികം ലൂസാക്കി നമ്മൾ വിടുന്നില്ല. അതേസമയം ചിക്കൻ വർക്കിൽ കുറച്ചും കൂടെ ആ ത്രെഡ് ലൂസാക്കി വിടുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഭംഗി കാരണം. പിന്നെ ഇതിൻ്റെ ലീവ്സും ഞാൻ സെയിം തന്നെ ഷാഡോ സ്റ്റിച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പാറ്റേണിൽ ഫ്ലവേഴ്സ് മാത്രം ഷാഡോ സ്റ്റിച്ചിൽ ചെയ്തിട്ട് ലീവ്സ് വേണമെങ്കിൽ നമുക്ക് സാറ്റിൻ സ്റ്റിച്ചോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നല്ല വശത്ത് സാറ്റിൻ സ്റ്റിച്ച്, അപ്പോൾ ഒരു വെറൈറ്റി ആവും. അപ്പോൾ അങ്ങനെ നമുക്ക് വെറൈറ്റീസ് കൊണ്ടുവരാൻ പറ്റും. പിന്നെ കളേഴ്സ് എപ്പോഴും ഷാഡോ വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഡാർക്ക് കളേഴ്സ്, അതായത് നമ്മൾ എടുത്തിരിക്കുന്ന മെറ്റീരിയലിലും കുറച്ചും കൂടെ ഡാർക്ക് ത്രെഡ് എടുക്കുമ്പോഴായിരിക്കും അതിന് കുറച്ച് എടുപ്പ് കിട്ടുന്നത്. ഞാനിവിടെ ചെയ്തിരിക്കുന്നതിൽ യെല്ലോയും റെഡും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, റെഡിനാണ് കുറച്ചും കൂടെ കൂടുതൽ എടുപ്പ് തോന്നുന്നത് യെല്ലോയേക്കായാലും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ളൊരു പാറ്റേൺ അല്ലെങ്കിൽ ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഷാഡോ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറുവശം എപ്പോഴും നീറ്റായിട്ടിരിക്കണം. അപ്പോൾ അതിന് വേണ്ടി ത്രെഡ് എൻഡ് ചെയ്യുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതായത് ഒരു പെറ്റൽ കഴിഞ്ഞിട്ട് അടുത്ത പെറ്റൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ അതിൻ്റെ നൂലിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് സൂചി കടത്തി വിട്ട് അങ്ങനെയൊക്കെ, അല്ലാണ്ട് എപ്പോഴും ത്രെഡ് നോട്ടിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് 2 പെറ്റൽസ് ഒരുമിച്ച് വരുമ്പോൾ എങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അത് 2 പെറ്റൽസ് വരിക എന്ന് പറയുമ്പോൾ ഓൾറെഡി ഒരു സൈഡിൽ സ്റ്റിച്ച് വന്നു കഴിഞ്ഞു, ഇനി മറ്റേ സൈഡിലും കൂടെ സ്റ്റിച്ച് വരുത്തിയാൽ മതി. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നൂലിൻ്റെ ഇടയിൽ കൂടെ സൂചി കടത്തി വിട്ടാൽ മതി, തുണിയിൽ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്തേണ്ടത് ഇപ്പുറത്തെ വശത്താണ്, മറുവശത്ത് നൂലിൻ്റെ ഇടയിൽ കൂടെ അത് കടത്തി വിട്ട് ബാലൻസ് ചെയ്തെടുത്താൽ മതി.
ഈ ഫ്ലവേഴ്സിന് നടുക്കുള്ള വൈറ്റ് പോർഷൻ ഞാൻ ചെയ്തിരിക്കുന്നത് പാഡഡ് സ്റ്റിച്ചിലാണ്. അപ്പോൾ പാഡഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം സാറ്റിൻ സ്റ്റിച്ചിൻ്റെ വെറുതെ ഈവനായിട്ട് കുറച്ച് സ്റ്റിച്ചസ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനെ കവർ ചെയ്ത് നന്നായിട്ട് സാറ്റിൻ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതാണ് പാഡഡ് സ്റ്റിച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.